ശ്രീകണ്ഠപുരം നഗരസഭ മഴക്കെടുതി വിലയിരുത്താൻ പ്രത്യേക യോഗം ചേർന്നു. നഗരസഭാ ഹാളിൽ സജി ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. അതിശക്തമായ മഴയെ തുടർന്ന് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ എന്നിവ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും തുടർനടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായാണ് അഡ്വക്കേറ്റ് സജി ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നത്. കനത്ത മഴയെ തുടർന്ന് പുഴയിലെ ജലനിരപ്പ് ഉയർന്ന വെള്ളം ശ്രീകണ്ഠപുരം ടൗണിലേക്ക് കയറിയതോടെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളത്തിനടിയിലാവുകയും വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കുകയും ചെയ്തു. കടകളിലെ സാധന സാമഗ്രികളും ഉപകരണങ്ങളും നശിച്ചതടക്കമുള്ള വിഷയങ്ങൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ അവതരിപ്പിച്ചു. നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്ക് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുന്നതിനും ദുരിതബാധിതർക്കും നഷ്ടം സംഭവിച്ച വ്യാപാരികൾക്കും അർഹമായ നഷ്ടപരിഹാരവും മറ്റ് സഹായങ്ങളും സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് എംഎൽഎ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തകർന്ന റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാ വകുപ്പുകളും മുന്നിലുണ്ട്. തദ്ദേശ സ്ഥാപനവും നമ്മുടെ പൊതുമരാമത്ത്, മറ്റെല്ലാ വകുപ്പുകളും, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും വളരെ സജീവമായിട്ടുണ്ട്. അതിന് റവന്യൂ വകുപ്പ് ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ യോഗത്തിലേക്ക് നമ്മുടെ ഡെപ്യൂട്ടി തഹസിൽദാരെ വെച്ചിരിക്കുന്നത്. പിന്നെ ഉൾപ്പെടെ എല്ലാം കൂടിയുണ്ട്. ഇന്നലെ ഇവിടെ വന്ന് സന്ദർശിച്ച ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ശ്രീകണ്ഠപുരത്തിന്റെ കാര്യം പ്രത്യേകിച്ച് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ നിയോജകമണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും കെടുതികളുണ്ടായിട്ടുണ്ട്. ശ്രീകണ്ഠപുരത്തിന്റെ പ്രത്യേകമായ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ജില്ലാ കളക്ടറെയും ജില്ലയുടെ ചാർജുള്ള മന്ത്രിയെയും ധരിപ്പിച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഇ.വി. രാമകൃഷ്ണൻ, വൈസ് ചെയർപേഴ്സൺ നിഷിത റഹ്മാൻ, നഗരസഭാ സെക്രട്ടറി ടി.വി. നാരായണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിന്ധു മധുസൂദനൻ, കെ. ബിജു, ആൻസി കൊല്ലമന, റവന്യൂ, ആരോഗ്യവകുപ്പ്, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.